ജോലി സമ്മർദ്ദം തന്നെയാണ്. ജോലി ഇപ്പോൾ ഈ വാർത്ത കേട്ട് ഞാൻ ഇവിടെ വീട്ടിലേക്ക് വന്നു. ടീച്ചറെയും മാഷെ അടുത്തിരുന്നിട്ട് ഒന്ന് ആശ്വസിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞത്, ഇങ്ങനത്തെ ജോലി എൻ്റെ മോൻ്റെ ജീവൻ അപകരിച്ചില്ലേ എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു 3-4 ദിവസമായി ഉറങ്ങാത്തത്, 1 മണി വരെ ഉറങ്ങൂല. ഇന്നലെയും ഇതുപോലെ രാത്രി 1 മണി വരെ ഉറങ്ങാതിരുന്നപ്പോൾ അച്ഛനും അമ്മയും എഴുന്നേറ്റ് പിന്നെ ആശ്വസിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഉറങ്ങിയത്. പക്ഷേ ഉറങ്ങിയോന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ആ രീതിയിൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു, ഒരു സംശയമില്ല. 160ഓളം ഫോറം കൊടുക്കാൻ ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത BO രാജേന്ദ്രൻ ഇവൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞു, ഞാനും സഹായിക്കാം, ഇന്ന് ഞാനും സഹായിക്കാം, ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ ഇന്ന് സഹായിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം ആശ്വസിപ്പിക്കലും എല്ലാം നമ്മളെ തൊട്ടടുത്തിൻ്റെ BOയും അവൻ്റെ സുഹൃത്തുക്കളും പിന്നെ ഇവരെല്ലാം നടത്തി, നമ്മളെല്ലാവരും പറഞ്ഞു. പക്ഷേ അത് ഒന്നും ഓൻ ഭവിച്ചില്ല. ഈ സമ്മർദ്ദം മനസ്സൊന്നും വല്ലാത്ത രീതിയിൽ പോയിന്നുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പം മനസ്സിലാക്കുന്നു. അമ്മ പറയുന്നത് 4 തവണ അമ്മ പറഞ്ഞത് പിന്നെ 3-4 തവണ ഞാൻ പറഞ്ഞു, ഈ ജോലി വേണ്ട വെച്ചാൽ പോരെയായിരുന്നു ആ ടീച്ചറെ, എന്തിനാണ് പിന്നെ ഇങ്ങനെ ഇത് ജോലി വേണ്ട വെച്ചാൽ എന്താ എന്ന് പറയാൻ ഇത് എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റുമല്ലോ. അത്ര 4 തവണ എൻ്റെ മകൻ പോയി പിന്നെ യാചിച്ചു അവരോട്. ഇനി റിട്ടേണായിട്ട് എഴുതി കൊടുത്തു എന്ന് പറയാൻ കഴിയില്ല. അവർ 4 തവണ പോയിട്ടും അവരത് അനുസരിച്ചില്ല. അപ്പോൾ കടുത്ത രീതിയിലുള്ള പിന്നെ സമ്മർദ്ദമാക്കിയിട്ട് തന്നെയാണ് ഈ ഡിസംബർ 4-ാം തീയതിയാണല്ലോ ഇത് പൂർത്തിയാക്കേണ്ടത്. ഇതിനുള്ളിൽ ഇത് പൂർത്തിയാക്കാനാവുന്നതിൽ ഒരു വിശ്വാസം പോലും ഇല്ല സംബന്ധിച്ചിടത്തോളം. അപ്പം അതുകൊണ്ട് ആ വല്ലാത്ത രീതിയിലുള്ള പ്രയാസം ഈ അനീഷ് അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരും ഇതുപോലെ തന്നെ പറയുന്നു, വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്നെ പറയുന്നത്. എൻ്റെ ഒരു അറിയുന്ന ഇന്നലെ ഞാൻ സമീപിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, എന്നെ പിന്നെ സുരേഷ് രാത്രി 9:30 എൻ്റെ വീട്ടിൽ വന്നു, 2-4 ഫോറം എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പോയി. അപ്പോൾ 9:30 ടോർച്ച് മേടിച്ചിട്ടാണ് വരുന്നത്. അവൻ പറയുന്നത്, എങ്ങനെയും ഇത് സാധിക്കില്ല ചേട്ടാ, ഇത് എന്നാ വേണ്ടത്, പിന്നെ ഞാൻ ആകെ ഇതായിട്ട് അതിൽ ഊണും ഉറക്കമില്ല എന്ന രീതിയിൽ തന്നെ BLO പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്തൊരു പ്രേമാനുണ്ട്, നമ്മളെ അംഗനവാടിയാണ്. അപ്പോൾ പിന്നെ പ്രേമിയും പറഞ്ഞത്, ഞാനെന്നാ വേണ്ടത്, ഞാൻ ഇവിടെ അംഗനവാടിയും ലീവാക്കി ഞാൻ പോയാൽ ഇത് എങ്ങനെയാണ് എന്നുള്ളതൊന്നും എനിക്കൊരു പിടിയില്ല. ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് മേലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുത്ത സമ്മർദ്ദമാണ് മേലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുണ്ടാകുന്നത്. എല്ലാം വല്ലാത്ത രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നതിൽ തൊട്ടടുത്ത BLOമാർ, നമ്മൾ ബന്ധപ്പെട്ട BLOമാരെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രയാസം തന്നെയാണ് അനീഷിനെ സംബന്ധിച്ചിടത്തോളം. അച്ഛനും അമ്മയും 2 പേരും ഇപ്പം ഈ സമയത്ത് പോലും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതാണ്. അപ്പോൾ ആ ഒരു വലിയ മാനസിക പ്രയാസം ഈ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനീഷിന് ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ആ രീതിയിൽ പിന്നെ ഒരു ജീവൻ തന്നെ പൊലിയല്ല ചെയ്തത്. നമ്മുടെ നാടിന് തന്നെ ഒരു നഷ്ടമാണ്. ഒരു ചെറുപ്പക്കാരനാണ്, ചെറിയ കുട്ടികളാണ്, ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടി ഇതുവരെയും അറിയില്ല. ആ കുട്ടി ഇതുവരെയും പിന്നെ എൻ്റെ അച്ഛനെ എന്ത് സംഭവിച്ചു കുട്ടി അറിയില്ല, ചെറിയ കുട്ടി അറിയില്ല. പിന്നെ വലിയ കുട്ടി പെൺകുട്ടിയാണ്. ഒരു ഏകദേശം മനസ്സിലാക്കിയതുപോലെ ഒരു വല്ലാത്ത വിഷമത്തിലുണ്ട്. പക്ഷേ എന്നാലും ഇനി എൻ്റെ പപ്പ തിരിച്ചു വരില്ല എന്നില്ലേ ആ രീതിയിലേക്ക് ആ കുട്ടി എത്തിയിട്ടില്ല. അത്ര പിന്നെ പാഠം പഠിക്കാത്ത കുട്ടികളാണ് എല്ലാം. അതുപോലെ ദാരുണമായ ഒരു വിയോഗം നമ്മുടെ നാടിന് എപ്പോഴും വല്ലാത്തൊരു ദുഃഖകരമായ ഒരവസ്ഥ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അനീഷ്. തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ഈ SIRമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വലിയ സമ്മർദ്ദം അനീഷ് ജോർജ് നേരിട്ടു. ഈ സമ്മർദ്ദം നേരിട്ടു അല്ലെങ്കിൽ ഇങ്ങനെ സമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യം വീട്ടുകാരോടും അതോടൊപ്പം തന്നെ നാട്ടുകാരോടും ഒക്കെ തന്നെ അനീഷ് പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ ഈ 4 തവണ അവരുടെ മുമ്പിലെത്തി തനിക്ക് ഈ ജോലിയിൽ നിന്നും റിലീവ് വേണമെന്ന് യാചിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും ഇത് മാറ്റിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. നമ്മളോട് സംസാരിച്ച എല്ലാവരും, അതായത് അനീഷ് ജോർജിൻ്റെ മാതാവും പിതാവുമാണ് ഈ നാട്ടുകാരുമായി സംസാരിച്ചിട്ടുള്ളത്. മകൻ ഇങ്ങനെ ഒരു സമ്മർദ്ദം നേരിടുന്നുണ്ട്. കാരണം വീട്ടിലെത്തിയ സമയത്ത് വീടിന് മുകൾ ഭാഗത്ത് ഇരിക്കുകയാണ്. ആര് കാണാൻ വന്നാലും അവരെ കാണാൻ കൂട്ടാക്കാതെ മുകൾ ഭാഗത്ത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അയാൾക്ക് മറ്റൊന്നും തന്നെ ചെയ്യാൻ ഒരു സമയം കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ജോലി പെട്ടെന്ന് പൂർത്തീകരിച്ച് നൽകണം, 2 ദിവസത്തിനകം തന്നെ ഈ ഫോമുകളൊക്കെ തന്നെ തിരികെ നൽകണം. ആ രീതിയിലുള്ള വലിയ സമ്മർദ്ദം അനീഷ് ജോർജ് നേരിട്ടിട്ടുണ്ട്. ആ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി വീട്ടിലെ ഇപ്പോൾ ഏറ്റുകുടിക്കലിലെ ഈ ദൃശ്യങ്ങൾ കാണുന്ന വീട്ടിൽ വെച്ച് രാവിലെ 10 മണിയോടുകൂടി ജീവനൊടുക്കിയത്. ഈ
മാതാവും പിതാവും അതോടൊപ്പം തന്നെ ഭാര്യയും 2 മക്കളുമാണുള്ളത്. മൂത്ത ഒരു പെൺകുട്ടിയാണ്, രണ്ടാമത്തെ ഒരു ആൺകുട്ടി. അങ്ങനെ ഒരു ചെറിയ കുടുംബം ഇവിടെ പോകുന്നു. ആ കുടുംബത്തിലെ ആളുകളെയൊക്കെ തന്നെ അംഗങ്ങളെയൊക്കെ തന്നെ പള്ളിയിലാക്കി. ഇന്ന് ഞായറാഴ്ച ആയിരുന്നു, അതുകൊണ്ട് തന്നെ പ്രാർത്ഥനക്കൊക്കെ തന്നെ പള്ളിയിലാക്കിയ ശേഷം 30 വീടുകളിൽ കൂടി ഈ എന്യൂമറേഷൻ ഫോം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീടുകളിലേക്ക് പോയി അതിനുശേഷം കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീട്ടിൽ അവരെ പള്ളിയിലാക്കി വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അങ്ങനെ അവർ തിരിച്ചെത്തിയ സമയത്ത് 10 മണിയോടുകൂടി വീട്ടിലെത്തിയപ്പോഴാണ് ഈ അനീഷ് ജോർജ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഏതായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്.